നമ്മുടെ കർത്താവിൻ്റെ രക്ഷിതാമായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായം അതിൻ്റെ 15 തൊട്ട് 17 വരെയുള്ള വാക്യങ്ങളാണല്ലോ നമ്മൾ പഠനത്തിന് വിധേയമാക്കുന്നത്. ഈ ഭാഗങ്ങളിൽ 7 കാര്യങ്ങളാണ് നമുക്ക് കാണുവാനായിട്ട് സാധിച്ചത്. അതിൽ 2 കഴിഞ്ഞ ദിവസം ചിന്തിച്ചു, ബാക്കിയുള്ളത് ഇന്ന് നമ്മൾ പഠനത്തിന് വിധേയമാക്കും. ആ 7 പോയിന്റുകളിൽ ആദ്യത്തെ 2 ഒരിക്കൽ കൂടി പറയുന്നു. 1 സമ്പൂർണ്ണ സാമീപ്യം 7:15, 2 സമ്പൂർണ്ണ സേവനം, 3 സമ്പൂർണ്ണ കൂട്ടായ്മ. ഈ 3 പോയിന്റുകളാണ് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത്. എങ്കിലും അതിനകത്ത് 3-ാമത്തെ പോയിന്റ് വിശാലമായിട്ട് വിവരിക്കാനായിട്ട് സാധിച്ചില്ല. വീഡിയോ നോക്കിയപ്പോൾ അല്പം കട്ടായിട്ടുണ്ട്. അതുകൊണ്ട് 3-ാമത്തെ പോയിന്റ് ഒരിക്കൽ കൂടി പറഞ്ഞ് 4, 5, 6, 7 അത്തരം പോയിന്റുകളെ ഇന്ന് നമുക്ക് പഠനത്തിന് വിധേയമാക്കാം. 3-ാമത്തെ പോയിന്റ് സമ്പൂർണ്ണ കൂട്ടായ്മ. ഈ വെളിപ്പാട് പുസ്തകം 7:15, സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ അവരുടെ മധ്യേ വസിക്കും. സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ അവർക്ക് കൂടാരമായിരിക്കും എന്നുള്ള പരിഭാഷ ശരിയാണെങ്കിലും മൂലപദത്തിൻ്റെ അർത്ഥ ഗാംഭീര്യം മുഴുവൻ ലഭിക്കുന്നില്ല. വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. യോഹന്നാൻ 1:14. ഈ വാക്യത്തിൻ്റെ മൂലപദത്തിൻ്റെ അർത്ഥവും ഇതുതന്നെയാണ്. ഷെക്കൈന എന്ന എബ്രായ വാക്കും സക്കേന എന്ന ഗ്രീക്ക് വാക്കുമാണ് ഇതിന് ഉപയോഗിച്ചിരിക്കുന്നത്. ദൈവം തൻ്റെ ജനത്തോടുകൂടെ കൂടാരമടിച്ച് അതിൽ പാർത്തു എന്നർത്ഥം. ദൈവത്തിൻ്റെ മഹത്വ സാന്നിധ്യം ഇവരോടുകൂടെ ഉണ്ടായിരിക്കും. അവർ ദൈവീക പ്രഭയിൽ ദൈവത്തെ സേവിക്കും. ദൈവം തൻ്റെ ജനത്തോടുകൂടെ വസിക്കുന്നത് സംരക്ഷണത്തിൻ്റെ അതിമനോഹരമായ പ്രതീകമാണ്. 6 തെളിവുകൾ അതിനോടുള്ള ബന്ധത്തിൽ തരുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഒരിക്കൽ കൂടി പറയുന്നു, ദൈവം തൻ്റെ ജനത്തോടുകൂടെ വസിക്കുന്നത് സംരക്ഷണത്തിൻ്റെ അതിമനോഹരമായ പ്രതീകമാണ്. 6 തെളിവുകൾ. 1 പുറപ്പാട് പുസ്തകം 13:21-22 വാക്യത്തിൽ വാഗ്ദത്ത ഭൂമിയിലേക്കുള്ള യാത്ര മധ്യേ അഗ്നിത്തൂണിലും മേഘസ്തംഭത്തിലും ദൈവം തൻ്റെ ജനത്തോടുകൂടെ ഉണ്ടായിരുന്നു. 2 പുറപ്പാട് പുസ്തകം 40:34-38 വരെയുള്ള വാക്യങ്ങൾ സമാഗമന കൂടാരത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം നിറഞ്ഞു നിന്നു. 3 1 രാജാക്കന്മാർ 8:10-11 വാക്യങ്ങളിൽ ശലോമോൻ നിർമ്മിച്ച ദൈവാലയത്തിൽ ദൈവം തൻ്റെ വാസമുറപ്പിച്ചു. 4 യെഹെസ്കേൽ 37:27 ദൈവം തൻ്റെ ജനത്തിൻ്റെ മധ്യേ വീണ്ടും വാസമുറപ്പിക്കും എന്ന് പ്രവാചകന്മാരോട് വാഗ്ദത്തം ചെയ്തു. 5 യോഹന്നാൻ 1:14 ദൈവപുത്രൻ്റെ മനുഷ്യാവതാരവും മനുഷ്യരുടെ മധ്യേ കൂടാരമടിച്ചിരിക്കുന്നു കാണാം. 6 യോഹന്നാൻ 14:23 തൻ്റെ കൽപ്പന പാലിക്കുന്നവരിൽ താനും തൻ്റെ പിതാവും വാസമുറപ്പിക്കുമെന്ന് യേശു ക്രിസ്തു വാഗ്ദത്തം ചെയ്തു. ഈ പ്രതീകങ്ങളുടെയും വാഗ്ദാനങ്ങളുടെയും എല്ലാം പൂർത്തീകരണമാണ് സ്വർഗത്തിലെ കൂടാരം. അടുത്തത് 4 സമ്പൂർണ്ണ സംതൃപ്തി. വെളിപ്പാട് പുസ്തകം 7:16 ഇനി അവർക്ക് വിശക്കുകയില്ല, ദാഹിക്കുകയില്ല. ഭൂമിയിലായിരുന്നപ്പോൾ അവർക്ക് വിശന്നു ദാഹിച്ചു, ഇനി അതൊന്നും അനുഭവിക്കേണ്ടി വരികയില്ല. മൗത്ത ശരീരത്തിൽ വിശപ്പും ദാഹവുമില്ല. മത്തായി സുവിശേഷം 26:29, ലൂക്കോസ് 22:30. മൗത്ത ശരീരത്തിന് വേണമെങ്കിൽ ഭക്ഷിക്കുകയോ കുടിക്കുകയോ ചെയ്യാം. ലൂക്കോസ് 24:42-43 വാക്യങ്ങൾ. ഉൽപ്പത്തി 18:8 മനുഷ്യാത്മാവിൽ അത്യാഘാതമായ ആഗ്രഹങ്ങളെ തൃപ്തിപ്പെടുത്തുവാൻ ദൈവത്തിന് മാത്രമേ കഴിയൂ. സങ്കീർത്തനം 42:1-2 വാക്യങ്ങൾ. സങ്കീർത്തനം 63:1 യേശു വാഗ്ദത്തം ചെയ്ത ഈ സംതൃപ്തി ലൂക്കോസ് 6:21, യോഹന്നാൻ 6:35 ദൈവത്തിൻ്റെ കൂടാരത്തിൽ പൂർത്തിയാകുന്നു. 5 സമ്പൂർണ്ണ സുരക്ഷ. വെളിപ്പാട് 7:16 വെയിലും യാതൊരു ചൂടും അവരുടെ മേൽ തട്ടുകയില്ല. സങ്കീർത്തനം 121:6 പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കുകയില്ല. വെയിലേറ്റ് ചൂട് സഹിച്ച് ഭൂമിയിൽ കഷ്ടപ്പെട്ടതിന് ദൈവം സമാപ്തി വരുത്തുന്നു എന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാം. 6-ാമതായിട്ട് നമ്മൾ കാണുന്നത് സമ്പൂർണ്ണ നടത്തിപ്പാണ്. വെളിപ്പാട് പുസ്തകം 7:17 സിംഹാസനത്തിന് മധ്യയുള്ള കുഞ്ഞാട് അവരെ മേച്ച് ജീവജലത്തിൻ്റെ നദിയിലേക്ക് നടത്തുന്നു. സിംഹാസനത്തിൻ്റെ മധ്യേ കുഞ്ഞാട് അവരെ മേച്ച് ജീവജലത്തിൻ്റെ ഉറവിലേക്ക് നടത്തുന്നു. കൃപായുഗത്തിൽ വിശുദ്ധന്മാരെ പച്ചമേച്ചിൽ പുറത്ത് കിടത്തുകയും സ്വച്ഛ ജലത്തിനരികിൽ നടത്തുന്നതുമായ അനുഭവം അവർക്ക് ഭൂമിയിൽ ലഭിച്ചില്ല. അതുകൊണ്ട് ഇപ്പോൾ കുഞ്ഞാട് അവർക്കിതെല്ലാം നൽകുന്നു. ദൈവം തന്നെയാണ് ജീവജലത്തിൻ്റെ ഉറവ. ഇരമ്യാവ് 2:13 ദിവ്യയിടയൻ തൻ്റെ ആട്ടിൻകൂട്ടത്തിന് വാഗ്ദത്തം ചെയ്യുന്ന സംരക്ഷണമാണ് ഈ വേദഭാഗത്ത് വിവരിക്കുന്നത്. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ദൈവത്തെ ഇടയനോട് ഉപമിച്ചിട്ടുണ്ട്. സങ്കീർത്തനം 23:1, സങ്കീർത്തനം 80:1, യെശയ്യാവ് 40:1, യെഹെസ്കേൽ 34:23, 37:34 യേശുക്രിസ്തു നല്ല ഇടയനെന്ന് പുതിയ നിയമം ആവർത്തിച്ച് പറയുന്നു. യോഹന്നാൻ 10:11-14 വാക്യങ്ങൾ. 1 പത്രോസ് 2:25, എബ്രായർ 13:20 അക്ഷരികമായി ചിന്തിച്ചാൽ ഇടയന് ആടിനോടുള്ള ബന്ധത്തിൽ 3 വിധ ജോലികളുണ്ട്. 1 ആടിന് സുരക്ഷ ഉറപ്പുവരുത്തുക, വന്യമൃഗങ്ങളിൽ നിന്ന് രക്ഷിക്കുക. 2 ആടിന് ആഹാരം നൽകുക. 3 ആടിന് വെള്ളം നൽകുക. ആടിനെ സംബന്ധിച്ച് ഇടയനോടുള്ള ബന്ധത്തിൽ ചെയ്യേണ്ട ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. 1 ഇടയനെ പാല് നൽകുക. 2 പ്രത്യുൽപാദനം നടത്തുക. 7-ാമതായി നമ്മൾ ഈ വാക്യത്തിൽ കാണുന്നത് സമ്പൂർണ്ണ സന്തോഷമാണ്. വെളിപ്പാട് 7:17 ദൈവം താൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. ഗ്രീക്കിൽ കൊടുത്തിരിക്കുന്നത് അന്ന് ദൈവം അവരുടെ കണ്ണിൽ നിന്ന് ഓരോ തുള്ളി കണ്ണുനീരും തുടച്ചു മാറ്റും എന്നാണ്. ഒരു മാതാവിനെ പോലെ അന്ന് അവൻ അവരെ ആശ്വസിപ്പിക്കും എന്ന് ചിന്തിക്കുന്നതിൽ തെറ്റില്ല. ഒരു ഇടയൻ്റെ പരിപാലനത്തിന് 2-ാമത്തെ കാര്യമാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 1 ജീവജലത്തിലേക്ക് നയിക്കുകയാണെങ്കിൽ 2 കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. ദൈവിക സാന്നിധ്യം സകല ദുഃഖങ്ങൾക്കും അറുതി വരുത്തുന്നു എന്നാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇന്നത്തോടെ വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായത്തോടെ നമ്മൾ വിട പറയുന്നു. നാളെ നമുക്ക് വെളിപ്പാട് പുസ്തകം 8-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കാം. സർവ്വകൃപാലുവായിരിക്കുന്ന ദൈവം നമ്മെ ധാരാളമായി സഹായിക്കട്ടെ. താങ്ക് യു സോ മച്ച്.